ഹായ് മക്കളെ, ഇന്നത്തെ നീറ്റ് എക്സാമിന്റെ റിവ്യൂ എടുക്കാൻ പോയ നമ്മുടെ ക്യാമറമാൻ പറഞ്ഞത് എന്താണോ, കുട്ടികൾ കരയുന്ന കണ്ടിട്ട് അവൻ എന്നെ സങ്കടമായിട്ടുണ്ട് എന്നാണ്. അതായത് പല കുട്ടികളും നീറ്റ് പരീക്ഷാ ഹാളിൽ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പുറത്തിറങ്ങിയത്. അത്രക്കും ടഫായിരുന്നു എക്സാം. അതായത് 1 വർഷത്തെയും 2 വർഷത്തെയൊക്കെ തൻ്റെ പ്രിപ്പറേഷൻ ഒക്കെ വേസ്റ്റ് ആയിപ്പോയി. ഇനി എന്ത് ചെയ്യുന്നു നിങ്ങൾ ആലോചിച്ച് പകച്ചിരിക്കുകയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഒരുപാട് ആശ്വാസം നൽകുന്ന വാർത്തയാണ്, അല്ലെങ്കിൽ ഫാക്റ്റാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ നീറ്റ് എക്സാം, നിങ്ങൾ മാർക്ക് കാൽക്കുലേറ്റിൻ്റെ ഏകദേശം എത്രയാണ് സ്കോർ കിട്ടിയെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കൊടുക്കുക. അതേപോലെ ടെൻഷൻ അടിക്കുന്ന ബാക്കി എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യാം. ഇനി പരീക്ഷ കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിൽ കിട്ടിയപ്പം നമ്മുടെ ടീച്ചേഴ്സ് ഓരോ ക്വസ്റ്റ്യനും അനലൈസ് ചെയ്തപ്പം ഫിസിക്സിൻ്റെയും കെമിസ്ട്രീൻ്റെയും ടീച്ചേഴ്സ് പറഞ്ഞത് നീറ്റ് തുടങ്ങിയതിന് ശേഷമേ അവർ കണ്ടതിൽ വെച്ച് ഏറ്റവും ടഫ് എക്സാം ആണെന്നാണ്. ഇത് എജ്യൂ പോർട്ടലിലെ ടീച്ചേഴ്സ് മാത്രമായിരിക്കില്ല, നിങ്ങൾ കേരളത്തിലെ ഏത് കോച്ചിങ് സെൻ്ററിലാണ് പോകുന്നതെങ്കിലും അവിടുത്തെ ടീച്ചേഴ്സ് ഇത് തന്നെ പറയും. നീറ്റിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ടഫായിട്ടുള്ള ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അപ്പോൾ പരീക്ഷ ടഫായാൽ ഉറപ്പായിട്ട് എന്താണ്, കട്ട് ഓഫുകൾ താഴോട്ട് വരും അല്ലേ? ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ അത് എത്രത്തോളം വരുമെന്നുള്ളതാണ് നിങ്ങൾ അത്ഭുതപ്പെടുന്ന ഒരു ഫാക്റ്റാണ് ഞാൻ ഇവിടെ പറയുന്നത്. നീറ്റിൻ്റെ ചരിത്രത്തിൽ കഴിഞ്ഞ കുറേ വർഷം കമ്പയർ ചെയ്യുമ്പം ഏറ്റവും ടഫായിട്ടുള്ള ഒരു നീറ്റ് എക്സാം നടന്നത് 2018 ആ 2018 കേരള റാങ്ക് 1 ആയ ജസ് മറിയ ബെന്നിയുടെ നീറ്റ് സ്കോർ എത്രയായിരുന്നു നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാണോടാ? ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? അത് 664 മാർക്കായിരുന്നു. ആൻഡ് ഓൾ ഇന്ത്യ റാങ്ക് 56 ആയിരുന്നു. അത് കേരള റാങ്ക് 1ൻ്റെ നീറ്റ് സ്കോർ 664 ആയിരുന്നു. റാങ്ക് 2യുടേത് 657, റാങ്ക് 3യുടെ സെബ MAയുടേത് 655 എന്ത് നീറ്റ് സ്കോർ ഉണ്ടായിരുന്നത്. അതായത് 2024 നീറ്റ് 655 കിട്ടിയാൽ ഏതെങ്കിലും ഓൾ ഇന്ത്യ കോട്ട കയറാൻ മാത്രമേ ചാൻസ് ഉണ്ടായിരുന്നുള്ളൂ. അതാണ് കേരള റാങ്ക് 3 ആയത് പരീക്ഷ ടഫായപ്പോൾ. അപ്പോൾ ഇനിയൊന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്, 655 മാർക്കാണ് റാങ്ക് 3ക്കെങ്കിൽ അവർക്ക് എത്ര മാർക്കാണ് കുറഞ്ഞത്? ഏകദേശം 65 മാർക്ക് പോയിട്ടുണ്ട് അല്ലേ? 65 മാർക്ക് എന്ന് പറയുമ്പം ഒരു 13 ക്വസ്റ്റ്യൻ തെറ്റിയത്. എത്ര കുട്ടികളുണ്ടാവും 10 ക്വസ്റ്റ്യൻ സാറേ വിട്ടുപോയിട്ടുണ്ട് പറഞ്ഞ് ടെൻഷൻ അടിക്കുന്നത്? ചിലപ്പോൾ നിങ്ങൾ എന്തായിരിക്കും റാങ്ക് 3ലേക്ക് എത്താൻ ചാൻസ് ഉണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, 2018 ടഫായിരുന്നു ഇത്തവണത്തെ നീറ്റ്. പക്ഷേ നിങ്ങളൊക്കെ എഫിഷ്യൻസി കുറച്ച് കൂടിയപ്പം ഏകദേശം ഇത് തന്നെയായിരിക്കും കട്ട് ഓഫ് വരിക. തീർന്നിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, 1ാമത്തെ റാങ്ക് 664 ആണെങ്കിൽ 10ാമത്തെ റാങ്ക് 650 ആയിരുന്നു. 20ാമത്തെ റാങ്ക് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ ബിലാൽ സാറ് ജൂനിയറായി പഠിക്കുന്ന പയ്യന് 642 ആയിരുന്നു. 642 എന്ന് പറയുമ്പോൾ ഏകദേശം 80 മാർക്ക്, 78 മാർക്ക് കുറയാം. 78 മാർക്ക് എന്ന് പറയുമ്പോൾ 15ഓളം ചോദ്യങ്ങൾ തെറ്റാം. ഇനി നേരെ താഴോട്ട് പോയിട്ട് 100ാമത്തെ റാങ്ക് വരുന്ന 616 കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് മെഡിക്കൽ കോളേജ് ആയിട്ടുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കട്ട് ഓഫ് റാങ്ക് 250 സീറ്റുകളാണ് അവിടെ ഉള്ളത്. 250ാമത്തെ റാങ്ക് എന്ന് പറയുന്നത് 598 മാർക്കാണ്. 598 മാർക്ക് എന്ന് പറയുമ്പോൾ 122 മാർക്കുകൾ വരെ നിങ്ങൾക്ക് കുറയാം. അഥവാ 30 ക്വസ്റ്റ്യൻ നിങ്ങൾ വിട്ടാലും നിങ്ങൾക്ക് ആ സ്കോറിലേക്ക് എത്താൻ പറ്റും. ഇത് തെറ്റിപ്പോകുന്ന കേസാണെങ്കിലോ ഒരു 24ഓളം ചോദ്യങ്ങൾ നിങ്ങൾക്ക് തെറ്റിപ്പോയാലും നിങ്ങൾക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടും. ആൻഡ് ഏറ്റവും അവസാനം ഓൾ ഇന്ത്യ കോട്ടയിൽ സാധാരണ അതേപോലെ തന്നെ 1000ാമത്തെ റാങ്ക് 558 ആയിരുന്നു. 1000ാമത്തെ റാങ്ക് ആ വർഷം 2018. ഇനി ഏറ്റവും അവസാനം ഓൾ ഇന്ത്യ കോട്ടയിൽ സാധാരണ കേരളത്തിൽ നിന്ന് ഒരു 24,000 ഓൾ ഇന്ത്യ റാങ്കൊക്കെ ഉള്ള കുട്ടിക്കാണ് ഓൾ ഇന്ത്യ കോട്ടയിൽ കിട്ടാൻ അതിൻ്റെ കട്ട് ഓഫ് 493 ആയിരുന്നു കേട്ടോ. കഴിഞ്ഞ തവണ 655 വന്നതാണ് 2018 493 ഇട്ടത്. ഇതാണ് യഥാർത്ഥത്തിൽ നീറ്റിൻ്റെ റാങ്ക് വരേണ്ടത്. കോവിഡിന് ശേഷം പരീക്ഷകൾ എളുപ്പമാക്കി കഴിഞ്ഞ വർഷം ഇലക്ഷനും കൂടെ ആയപ്പം ഒന്നും കൂടെ എളുപ്പമാക്കിയിട്ടാണ് ഈ പറയുന്ന 700 കിട്ടിയാലേ റാങ്ക് കിട്ടുള്ളൂ, സീറ്റ് കിട്ടുള്ളൂ എന്ന രീതിയിൽ വന്നത്. നിങ്ങൾ നോക്കിക്കോ, ഇത് ഏകദേശമാണ്. പക്ഷേ ഫൈനൽ നീറ്റ് റിസൾട്ട് വന്നിട്ട് നിങ്ങളുടെ കൗൺസിലിംഗ് ഒക്കെ നടക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നീറ്റ് കിട്ടൂല, എൻ്റെ ഭാവി അവസാനിച്ചെന്ന് കരുതിയ പലരും സ്റ്റെതസ്കോപ്പും വെള്ളക്കോട്ടും ഇട്ടിട്ട് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ടോപ്പ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ തന്നെ പഠിക്കും മാക്സിമം. അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ടെൻഷൻ ആവാതിരിക്കുക. ഇന്ന് സന്തോഷത്തോടെ സമാധാനത്തോടെ കിടന്നുറങ്ങുക. നാളെ സ്കോർ കീ ഒന്ന് കമ്പയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മാക്സിമം നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ വീഡിയോ എത്തിക്കുകയും ചെയ്യുക. ബൈ.